എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ആഘോഷിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് പഠിപ്പിലേക്ക് തന്നെ വരാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 4 പാർട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. 2024 ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇനിയും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ റെസ്പോൺസ് കുറയും തോറും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ്. നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എ സബ്സെറ്റ് ഓഫ് ബി എങ്കിൽ പി ഓഫ് എ ഡാഷ് ബി ഈക്വൽ ടു, ഇത് നമ്മൾ പഠിച്ചേക്കേണ്ടതാണ്. പി ഓഫ് എ ഡാഷ് ബി ഈക്വൽ ടു പി ഓഫ് ബി മൈനസ് പി ഓഫ് എ. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആണ് വെച്ചെങ്കിൽ പി ഓഫ് എ ഡാഷ് ബി ഈക്വൽ ടു പി ഓഫ് ബി മൈനസ് പി ഓഫ് എ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രൂഫ് ഒന്നും പഠിക്കാൻ പോകുന്നില്ല, നമ്മൾ പഠിച്ചു വെക്കേണ്ടത് മാത്രമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശതാംശങ്ങൾ പെർസെന്റൈൽസ്, ചതുരാംശങ്ങൾ ക്വാർട്ടൈൽസ്, മധ്യാങ്കം മീഡിയൻ എന്നിവയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? P50 ഈക്വൽ ടു Q1, Q3 ഈക്വൽ ടു മധ്യാങ്കം, P50 ഈക്വൽ ടു Q2, Q2 ഈക്വൽ ടു മധ്യാങ്കം. ഇതിൽ ഏതാണ് പറയാ? അതായത് ക്വാർട്ടൈൽ, പെർസെന്റൈല്, ക്വാർട്ടൈല്, മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിഡിൽ ടേം ആണ് വരുന്നത് മീഡിയൻ എന്നായിട്ട്, അല്ലെ? അപ്പോ ഇനി ഇതില് എന്തൊക്കെയാണ് നമുക്ക് പറയാൻ സാധിക്കുക? അതായത് P50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 50th പെർസെന്റൈൽ അല്ലേ? 50th പെർസെന്റൈലാണ് P50 എന്ന് പറയുന്നത്. ഇനി Q3 എന്ന് പറഞ്ഞാൽ എന്താണ്? Q3 എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാർട്ടൈലാണ്, അല്ലെ? Q3 എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടൈൽ. Q2 എന്ന് പറഞ്ഞാലോ സെക്കൻഡ് ക്വാർട്ടൈൽ. ഇനി എന്താണ്? മധ്യാങ്കം എന്ന് പറഞ്ഞാൽ മീഡിയൻ. ഇത്രയും നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. ഇനി എന്താണ്? മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ ടേം ആണ്, മിഡിൽ വാല്യൂ ഓഫ് ദ ഡാറ്റയാണ്, അല്ലെ? ഇനി എന്താണ്? ക്വാർട്ടൈൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ 4 ഡിവിഷൻസ് ആക്കുന്നുണ്ട്. 4 ഈക്വൽ പാർട്ട് ആകുമ്പോൾ അതിനെയാണ് ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ക്വാർട്ടൈലും Q1, Q2, Q3, Q4 ഉണ്ട്, അല്ലെ? ക്വാർട്ടൈൽസ് 4 ഭാഗമായി തിരിക്കുന്നതിനാണ് ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. പെർസെന്റൈൽസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡാറ്റ സെറ്റിനെ 100 ഈക്വൽ പാർട്സ് ആക്കുന്നതിനാണ് പെർസെന്റൈൽസ് എന്ന് പറയുന്നത്. ഒരു ഡാറ്റ സെറ്റിനെ 100 ഈക്വൽ പാർട്സ് ആക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പെർസെന്റൈൽസ് എന്ന് പറയുന്നത്. ഇനി ക്വാർട്ടൈലിലെ Q1 എന്ന് പറയുന്നത് എന്താണ്? 25th പെർസെന്റൈലാണ്, പെർസെന്റൈൽ. ഇനി എന്താണ്? Q2 എന്ന് പറയുന്നത് എന്താണ്? 50th പെർസെന്റൈൽ. Q3 എന്ന് പറയുന്നത് എന്താണ്? 75th പെർസെന്റൈൽ. അപ്പൊ ഇതിൽ നമുക്ക് ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ശരി എന്ന് പറയാം? അതായത് P50 എന്ന് പറയുന്നത് എന്താണ്? 50th പെർസെന്റൈൽ എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേം ആണ്, അല്ലെ? അപ്പൊ അതിനെ മീഡിയൻ എന്ന് പറഞ്ഞൂടെ? അപ്പൊ P50 ഈക്വൽ ടു Q2 എന്നുള്ളത് സെക്കൻഡ് ക്വാർട്ടൈലാണ്, അല്ലെ? 50th പെർസെന്റൈൽ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടൈലാണ്. ഇനി Q2 ഈക്വൽ ടു മധ്യാങ്കം അല്ലേ, മീഡിയൻ അല്ലേ? അപ്പൊ അതും ശരിയാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? 3ഉം 4ഉം ആണ് കറക്റ്റ് ഓപ്ഷൻ. അതായത് Q2 ഈക്വൽ ടു 50th പെർസെന്റൈൽ ഈക്വൽ ടു മീഡിയൻ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ എന്ന വിതരണത്തിന്റെ μ3 ഈക്വൽ ടു -2ഉം ബി എന്ന വിതരണത്തിന്റെ μ3 ഈക്വൽ ടു 0യും ആണെങ്കിൽ താഴെ പറയുന്നവയിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? μ3 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്,
ത്രീ എന്ന് പറയുന്നത് നെഗറ്റീവ് എ എന്ന വിതരണത്തിന്റെ. അപ്പൊ എന്ത് പറയാം നമുക്ക്? എക്സ് ബാർ ഓഫ് എ എന്തെന്ന് പറയാം? എക്സ് ബാർ ഓഫ് എ ലെസ് ദാൻ മോഡ് എ എന്ന് പറഞ്ഞൂടെ? എക്സ് ബാർ ഓഫ് എ ലെസ് ദാൻ മോഡ് എ. കാരണം എന്താണ്? മ്യൂ3 നെഗറ്റീവ് ആണ്. ഇനി ബി എന്ന വിതരണത്തിന്റെ മ്യൂ3 0 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം? എക്സ് ബാർ ഓഫ് ബി ഈക്വൽ ടു മോഡ് ബി എന്ന് പറയാം. അപ്പൊ ഏതൊക്കെയാണ് ശരി? ഇതില് 1ഉം 3ഉം ശരിയാണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബി എന്നിവ സ്വതന്ത്ര ഇവന്റുകൾ ആവുകയും പി ഓഫ് എ ഈക്വൽ ടു 0.4 ആവുകയും പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 0.52 ആവുകയും ചെയ്താൽ പി ഓഫ് ബി എത്ര? എങ്ങനെയാണ് കാണാൻ പറ്റുക? അതായത് നമുക്ക് അറിയാവുന്ന ഒരു വാക്യം എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് നമുക്ക് അറിയാവുന്നത് അല്ലെ. ഇതിൽ എന്താണ്? സ്വതന്ത്ര ഇവന്റുകൾ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞ കാരണം നമുക്ക് എന്ത് പറയാം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു. അപ്പൊ നമുക്ക് ഇതിലെ എ യൂണിയൻ ബി അവർ തന്നിട്ടുണ്ട് 0.52 ഈക്വൽ ടു എന്ത് വരും? പി ഓഫ് എ തന്നിട്ടുണ്ട് 0.4 ആണെന്ന്. അപ്പൊ 0.4 പ്ലസ് പി ഓഫ് ബി മൈനസ് പിന്നെ എന്താണ്? പി ഓഫ് എ തന്നിട്ടുണ്ട് അല്ലെ 0.4 ഇൻറ്റു പി ഓഫ് ബി. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് വെച്ചെങ്കിൽ 0.52 മൈനസ് 0.4 എത്രയാ വരിക? 0.12 ആണ് വരിക അല്ലെ. 0.12 ഈക്വൽ ടു പി ഓഫ് ബി ഇൻറ്റു ഇതിനെ പുറത്തേക്ക് എടുത്തു ഞാൻ 1 മൈനസ് 0.4. ഇത് എത്രയാ വരിക? 0.6 പി ഓഫ് ബി എന്നല്ലേ വരിക. കാരണം 1-ന്ന് 0.4 മൈനസ് ചെയ്താൽ 0.6 ആണ് വരിക അല്ലെ. 0.12. അപ്പൊ എന്താണ് പി ഓഫ് ബി വരിക? പി ഓഫ് ബി ഈക്വൽ ടു 0.12 ഡിവൈഡഡ് ബൈ 0.6. അത് എത്രയാണ് വരിക? 0.2 എന്ന് വരില്ലേ? കാരണം എന്താണ്? ഇത് എത്രയാണ്? 12/100 ആണ്. ഇത് എത്രയാണ്? 6/10 ആണ്. അപ്പൊ ഇവിടെ ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ എത്ര പ്രാവശ്യം പോവും? 2. 2/10 എത്രയാണ്? 0.2. അപ്പൊ ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യണില്ല ഇപ്പോൾ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഒരു, ഇനി ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്നെക്കാട്ടും മുന്നേ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് ഒന്ന് കമൻ്റായി എഴുതണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഒരു അനിയത ചരത്തിന്റെ വിതരണ ഏകതം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? ഇതിൽ ശരിയല്ലാത്തത് ഏതാണ് വരിക? അതായത് എഫ് ഓഫ് എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് ഒരു റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0 എന്ന് പറയാൻ സാധിക്കില്ലേ? ഇനി എഫ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1 എന്ന് പറയാൻ സാധിക്കില്ലേ? എഫ് ഓഫ് എക്സ് കൂടി വരാത്തത് ആണ് എന്ന് പറയാൻ സാധിക്കുമോ? അതില്ല. ഇതാണ് സാധിക്കാത്തത്. കാരണം എന്താണ്? എഫ് ഓഫ് എക്സ് ഒരു റാൻഡം വേരിയബിളും ആണ്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ എഫ് ഓഫ് എക്സ് കൂടി വരാത്തത് എന്ന് പറയാൻ പറ്റില്ല അല്ലെ. നോൺ ഡിക്രീസിങ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ ഏതാണ് ഇതിൽ ഓപ്ഷൻ ശരിയല്ലാത്തത്? എഫ് ഓഫ് എക്സ് കൂടി വരാത്തത് എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. f of x equal to set of all 1/9 e raised to minus ax if x greater than 0,
സീറോ എൽസ്വെയർ എന്നത് ഒരു സംഭാവ്യത സാന്ദ്രത ഏകത, അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ എയുടെ വില എന്ത്? നമുക്ക് എന്താ പറഞ്ഞു തന്നിരിക്കണേ? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുക? അതായത് ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുക അല്ലെ. ഇവിടെ എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് 1/9 e⁻⁻ax if x greater than 0 elsewhere 0 ആണ് അല്ലെ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഓഫ് എ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓവർ എൻറ്റയർ ഡൊമെയിൻ എന്താണ് വരിക? ഈക്വൽ ടു 1 ആണ് വരിക അല്ലെ. അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എൻറ്റയർ ഫംഗ്ഷന്റെ ഈക്വൽ ടു 1 ആവണം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് വരുന്നത്? ഇന്റഗ്രൽ ഇനി നമുക്ക് ആവശ്യം എന്താണ്? അതായത് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആണ് അല്ലെ. 0 to ഇൻഫിനിറ്റി 1/9 e⁻⁻ax dx. ഇതെന്ന് പറയുന്നത് 1 ആണ്. കാരണം എന്താണ്? അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എൻറ്റയർ ഡൊമൈനിന്റെ എത്രയായിട്ട് വരിക? 1 ആയിട്ട് വരിക. ബാക്കി 0 ആണ്. അത് കാരണം അത് കൂട്ടേണ്ട ആവശ്യമില്ല. ഇന്റഗ്രൽ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 0 ആയി പോയി. അപ്പൊ നമുക്ക് ഇത് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെ. ഇനി നമുക്ക് ഇതിന്റെ ഇന്റഗ്രൽ എടുത്തുണ്ടെങ്കിൽ എന്ത് വരും? (1/9 e⁻⁻ax dx equal to 1. ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 1/9 ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻⁻ax dx ഈക്വൽ ടു 1 അല്ലെ. അപ്പൊ 1/9 ഇൻറ്റു ഇതിന്റെ ഇന്റഗ്രൽ എന്താ വരിക? e⁻⁻ax ഡിവൈഡഡ് ബൈ -a അല്ലെ. -a ഏതാണ്? 0 to ഇൻഫിനിറ്റി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 1/9a എന്ന് വന്നില്ലേ? 1/9a പുറത്തേക്ക് എടുത്തു ഞാൻ. ബാക്കി എന്ത് വന്നു? e⁻⁻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 ⁻
ഇൻഫിനിറ്റി 0 ആയിട്ട് പോവും. പിന്നെ എന്താണ് മൈനസ് എന്ത് വരും 0 വരുമ്പോ 1/a എന്ന് വരില്ലേ, മൈനസ് ഓഫ് മൈനസ് വരില്ലേ, ഈക്വൽ ടു 1 എന്ന് വന്നില്ലേ. അപ്പൊ നമുക്ക് എന്ത് വരാം 1/9a ഈക്വൽ ടു 1 എന്ന് വന്നില്ലേ. അപ്പൊ നമുക്ക് എന്ത് വരാം 9a ഈക്വൽ ടു 1. അപ്പൊ a ഈക്വൽ ടു എന്ത് വരാം 1/9. ഏതാണ് ഓപ്ഷൻ നോക്കൂ, ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. സീറോ ടു ഇൻഫിനിറ്റി എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കൊടുത്തത് കേട്ടോ. ഇവിടെ 0 ടു ഇൻഫിനിറ്റി കൊടുത്തപ്പോഴാണ് നമുക്ക് 0 മൈനസ് -1/a ഈക്വൽ ടു 1 എന്ന് വന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x1, x2, etc. x18 എന്നിവ അന്യോന്യം സ്വതന്ത്രമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 0 ടു സിഗ്മ സ്ക്വയർ വിതരണത്തിലുള്ള അനിയത ചരങ്ങൾ റാൻഡം വാരിയബിൾസ് ആണ്. u ഈക്വൽ ടു x1 പ്ലസ് x2 v ഈക്വൽ ടു സിഗ്മ i ഈക്വൽ ടു 1 ടു 18 xi ആണെങ്കിൽ uv എന്നിവ തമ്മിലുള്ള സഹബന്ധ ഗുണാങ്കം അതായത് കോറിലേഷൻ കോഎഫിഷ്യന്റ് എത്രയാണ്? അപ്പൊ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്, u ഈക്വൽ ടു x1 പ്ലസ് x2 പിന്നെ എന്താണ് v ഈക്വൽ ടു സിഗ്മ i ഈക്വൽ ടു 1 ടു 18 xi എന്നുമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക?
ഇതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, 0, സിഗ്മ സ്ക്വയർ. അതായത് 0 എന്ന് പറയുന്നത് മീനും സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് വാരിയൻസും ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? വാരിയൻസ്. എക്സും എക്സ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോവ് എക്സ് ഐ എക്സ് ജെ ഐ നോട്ട് ഈക്വൽ ടു ജെ എന്നുള്ളത് വരുമ്പോ കോവാരിയൻസ് എന്ത് വരും? 0 വരും. കാരണം എന്താണ്? എക്സ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഐസ് ആർ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർ ഐ നോട്ട് ഈക്വൽ ടു ജെക്ക് അല്ലെ? അപ്പോ ഇനി നമുക്ക് എങ്ങനെ എടുക്കാം? കോവാരിയൻസ് ഓഫ് യു വി ഈക്വൽ ടു കോവ്. അപ്പൊ ആദ്യത്തേല് എന്ത് വരും? x1 എന്ന് മാത്രമേ വരുള്ളൂ അല്ലെ? x1 എന്ന് മാത്രമേ വരുള്ളൂ. x1 x2 എന്നുള്ളതൊക്കെ നമുക്ക് ഐ നോട്ട് ഈക്വൽ ടു ജെ ആവുമ്പോ 0 ആയി പോയി. പിന്നെ അടുത്തതിൽ എന്ത് വരും? കോവ് ഓഫ് x2 അല്ലെ? അപ്പൊ നമുക്ക് ഇത് എന്ത് വരും? അതായത് കോവ് x1 കോവ് x2 അപ്പൊ അതാണ് കോവ് യു വി. അതെന്ന് പറയുന്നത് എന്താണ്? വാരിയൻസ് ഓഫ് x1 ആൻഡ് പ്ലസ് വാരിയൻസ് ഓഫ് x2 അല്ലെ? അതായത് വാരിയൻസ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? സിഗ്മ സ്ക്വയർ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ എന്താണ്? 2 സിഗ്മ സ്ക്വയർ ആണെന്ന് കിട്ടി. അതെന്താണ് കിട്ടിയ? കോവ് യു വി ഈക്വൽ ടു 2 സിഗ്മ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ കാണേണ്ടത്. അതിനാണ് ഞാൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുന്ന വെച്ചെങ്കിൽ കോവാരിയൻസും വാരിയൻസ് ഓഫ് യുവും വാരിയൻസ് ഓഫ് വിയും വേണം അല്ലെ? അതിനാണ് ഞാൻ കോവ് യു വി ആദ്യം കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വാരിയൻസ് ഓഫ് യു കാണാം. വാരിയൻസ് ഓഫ് യു കാണുന്ന വെച്ചെങ്കിൽ വാരിയൻസ് ഓഫ് യു എന്ന് പറയുന്നത് x1 പ്ലസ് x2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ വാരിയൻസ് ഓഫ് x1 പ്ലസ് x2 ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുക? വാരിയൻസ് ഓഫ് x1 പ്ലസ് വാരിയൻസ് ഓഫ് x2 പ്ലസ് 2 കോവ് x1 x2 അല്ലെ? പക്ഷേ x1ഉം x2ഉം ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് എന്ന് പറയുന്നത് 0 ആയിട്ട് വരില്ലേ? ഈ ഒരു ടേം 0 ആയിട്ട് വരും. കാരണം എന്താണ്? x1 x2 ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ വാരിയൻസ് ഓഫ് യു എന്ന് പറയുന്നത് എന്ത് വരും? വാരിയൻസ് ഓഫ് x1 പ്ലസ് വാരിയൻസ് ഓഫ് x2. വാരിയൻസ് എത്രയാണ്? സിഗ്മ സ്ക്വയർ ആണ്. സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ 2 സിഗ്മ സ്ക്വയർ. അപ്പൊ വാരിയൻസ് ഓഫ് യു എന്ന് പറയുന്നത് 2 സിഗ്മ സ്ക്വയർ ആണ്. ഇനി വാരിയൻസ് ഓഫ് വി കാണാൻ എങ്ങനെയാണ്? വാരിയൻസ് ഓഫ് വിക്ക് പകരം എന്താണ്? സിഗ്മ ഐ ഈക്വൽ ടു 1 to 18 xi. അപ്പൊ നമുക്ക് എന്ത് വരും? അതായത് വാരിയൻസ് ഓഫ് 1 to 18 xy എന്ന് പറഞ്ഞാൽ 18 ടൈംസ് സിഗ്മ സ്ക്വയർ വരും അല്ലെ? 18 ടൈംസ് സിഗ്മ സ്ക്വയർ വരും. ഇനി നമുക്ക് എന്ത് കാണണം? കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണണം. അതായത് റോ യു വി എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുക? കോവ് യു വി ബൈ റൂട്ട് ഓഫ് വാരിയൻസ് യു ഇൻറ്റു വാരിയൻസ് വി. കോവ് യു വി എന്താന്ന് നമുക്ക് കിട്ടി? കോവ് യു വി നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു 2 സിഗ്മ സ്ക്വയർ ആണെന്ന്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വാരിയൻസ് യു എന്ന് പറയുന്നത് എന്താന്ന് കണ്ടുപിടിച്ചു? 2 സിഗ്മ സ്ക്വയർ ആണെന്ന് കണ്ടുപിടിച്ചു. 2 സിഗ്മ സ്ക്വയർ ഇൻറ്റു വാരിയൻസ് വി എന്ന് പറയുന്നത് 18 സിഗ്മ സ്ക്വയർ. അപ്പോൾ 18 ഇൻറ്റു 2 36 വരുന്നു. 36ഉം സിഗ്മ സ്ക്വയർ പുറത്തേക്ക് വരും അല്ലെ? അപ്പോൾ 2 സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ 2 സിഗ്മ സ്ക്വയർ ഉണ്ട്. അപ്പോൾ 1 പുറത്തേക്ക് വരും സിഗ്മ സ്ക്വയർ. 18 ഇൻറ്റു 2 36. 36ന്റെ റൂട്ട് എന്ന് പറയുന്നത് 6. അപ്പോൾ സിഗ്മ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയോ? 2 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം. അപ്പോൾ ഏതാണ് ആൻസർ? 1/3 എന്നുള്ളതാണ് ആൻസർ. ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ്
ശരി. ശൂന്യ സഹബന്ധമുള്ള അനിയത ചരങ്ങൾ സ്വതന്ത്രങ്ങളായിരിക്കും. അതായത് അൺകോറിലേറ്റഡ് റാൻഡം വേരിയബിൾസ് ആർ ഇൻഡിപെൻഡന്റ്. ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആർ അൺകോറിലേറ്റഡ്. പിന്നെ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ x minus y of t equal to mx of t into my of minus t ആയിരിക്കും. xy എന്നത് അനിയത ചരങ്ങൾക്കും റാൻഡം വേരിയബിൾസ് v of x minus y equal to v of x plus v of y എന്നത് ശരിയായിരിക്കും. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് വാരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് വാരിയൻസ് ഓഫ് എക്സ് പ്ലസ് വാരിയൻസ് ഓഫ് വൈ എന്നുള്ളത് ശരിയാണോ? അല്ല. എന്തുകൊണ്ടാണ്? ഇതിൽ വാരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് വാരിയൻസ് ഓഫ് എക്സ് പ്ലസ് വാരിയൻസ് ഓഫ് വൈ മൈനസ് 2 കോ വാരിയൻസ് ഓഫ് 2 കോ എക്സ് വൈ ആണ്. അപ്പൊ ഇത് തെറ്റാണ്. ഇനി അടുത്തത് എന്താണ്? എക്സും വൈയും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ എം എക്സ് മൈനസ് വൈ ഓഫ് ടി എന്ന് പറയുന്നത് എം എക്സ് ഓഫ് ടി ഇൻറ്റു എം വൈ ഓഫ് മൈനസ് ടി. ഇൻഡിപെൻഡന്റ് ആണ് വെച്ചെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് ശരിയാണെന്ന് പറയാം. പിന്നെ ഏതാണ്? ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആർ അൺകോറിലേറ്റഡ്, അതും ശരിയാണ്. അൺകോറിലേറ്റഡ് റാൻഡം വേരിയബിൾസ് ആർ ഇൻഡിപെൻഡന്റ് എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ളത്? 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് എന്ന അനിയത ചരത്തിന്റെ റാൻഡം വേരിയബിൾ, അതായത് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ mgf equal to mx of t equal to e raised to 1/2 into e raised to t minus 1 ആണെങ്കിൽ എക്സിന്റെ സംഭാവ്യത വിതരണം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ത്? അതായത് ഇത് ഏത് ഫോമിലാണ്? ഇതൊരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഫോം അല്ലേ? നോക്കൂ. അപ്പൊ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എങ്ങനെ എഴുതുക? e raised to lambda into e raised to t minus 1 എന്നുള്ള ഫോം അല്ലേ? ഇതാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഏതെന്ന് പറയുന്നത്? മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഇതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാംഡ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ലാംഡ ഈക്വൽ ടു 1/2 ആയിട്ട് വരും. അപ്പൊ പാരാമീറ്റർ ഇതിൽ ഏതാണ്? പാരാമീറ്റർ ലാംഡ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ ഏതാണ്? പോയ്സോൺ വിതരണമാണ് വിത്ത് മീൻ 1/2. എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. X is a distribution, binomial distribution 10,0.4 എങ്കിൽ 10 മൈനസ് എക്സിന്റെ സംഭാവ്യത വിതരണം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ത്? അതായത് ഇതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ 10.4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാരാമീറ്റേഴ്സ് എന്താണ്? 10ഉം 0.4ഉം ആണ് അല്ലെ? ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y ഈക്വൽ ടു 10 മൈനസ് എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? എക്സ് ഈസ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എൻ പി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ഓഫ് എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു എൻ കെ പി റേസ് ടു കെ 1 മൈനസ് പി ഹോൾ റേസ് ടു കെ മൈനസ് n മൈനസ് കെ എന്ന് എഴുതിക്കൂടെ? ഇത് നമുക്കറിയാം എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പാൻഷൻ കാണുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെയാണ് കാണാൻ പറ്റുക എന്ന് നോക്കാം. y ഈക്വൽ ടു 10 മൈനസ് എക്സ് ആണ് അല്ലെ? അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? 0 ടു എക്സിന് വാല്യൂസ് 0 ടു 10 ആണ് അല്ലെ? 0 ടു 10 എന്നുള്ളതും വൈയുടെ വാല്യൂ എന്താണ്? 0 ടു 10 ആണ്.
അപ്പൊ പാരാമീറ്റർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ഓഫ് y ഈക്വൽ ടു കെ ഈക്വൽ ടു പി ഓഫ് വൈന് പകരം നമുക്ക് ഇവിടെ എന്താണ് 10 മൈനസ് എക്സ്, 10 മൈനസ് എക്സ് ഈക്വൽ ടു കെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാ ഒന്നും കൂടി എഴുതാം? പി ഓഫ് 10 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 10 മൈനസ് കെ അല്ലെ, 10 മൈനസ് കെ ഈക്വൽ ടു എക്സ്. അങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് ഈക്വൽ ടു 10 മൈനസ് കെ എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇതിനെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് വൈ ഈക്വൽ ടു കെ ഈക്വൽ ടു 10 10 മൈനസ് കെ അല്ലെ, 10 10 മൈനസ് കെ 0.4 റേസ് ടു 10 മൈനസ് കെ 0.6 റേസ് ടു കെ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്? കാരണം ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് 0.4 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഒരെണ്ണം 0.4 ആണ് വെച്ചെങ്കിൽ മറ്റേത് എന്താവും? 1 മൈനസ് 0.4 ആവും. അപ്പൊ 0.6 ആവില്ലേ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. അപ്പൊ 10 10 മൈനസ് കെ എന്ന് പറയുമ്പോ ഇവിടെ എന്ത് വരും? 10 കെ അല്ലെ. 0.4 റേസ് ടു 10 മൈനസ് കെ 0.6 റേസ് ടു കെ എന്ന് വന്നു. അപ്പൊ ഇനി എന്താണ് ഇതിന്റെ പാരാമീറ്റേഴ്സ് പറയുന്നത്? പാരാമീറ്റേഴ്സ് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റേഴ്സ് n ഈക്വൽ ടു 10 ഉം p ഈക്വൽ ടു 0.6 ഉം. 10 ഈക്വൽ ടു n ഈക്വൽ ടു 10 ഉം p ഈക്വൽ ടു 0.6 ഉം. ഇതല്ലേ 10 മൈനസ് കെയുടെ പാരാമീറ്റേഴ്സ്. ഇതൊന്ന് നമുക്ക് അതങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നമുക്ക് ഇതിലെ ഓപ്ഷൻ എന്താണ് നോക്കൂ? 10 ഉം 0.6 ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൂടി നോക്കാം. X is a distribution of uniform distribution of 0 to എങ്കിൽ p of x less than or equal to 1.5 is ഈ ഒരു കേസിൽ എക്സ് ഈസ് എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 0 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് റേഞ്ചിലെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ പ്രോബബിലിറ്റി ഒക്കറിങ് ചെയ്യണതാണ്. അതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. ഈക്വൽ പ്രോബബിലിറ്റി ആണ് ഉള്ളത്. ഈ കേസിൽ എന്താണ്? യു ഓഫ് 0 2 ആണ്. അതായത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ എന്താണ്? 0 ആൻഡ് 2 ആണ് അല്ലെ. 0 ആൻഡ് 2 ആണ്. ഇനി യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഹാസ് കോൺസ്റ്റന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ്. അപ്പോ ഈ കേസിൽ നമുക്ക് 0നും 2നും ഇടയ്ക്കാണെന്ന് പറഞ്ഞൂടെ? അപ്പൊ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് അതായത് ഹൈറ്റ് ഓഫ് ദ പ്രോബബിലിറ്റി കർവ് അല്ലേ. ആ പ്രോബബിലിറ്റി കർവിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് വരും? 1/2 മൈനസ് 0 ആയിട്ട് വരും. അത് എത്രയാണ്? 1/2 ആയിട്ട് വരും. ഇനി കർവ് p of x ഈക്വൽ p of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5 ആണ് അല്ലെ. അതില് വിഡ്ത്ത് എന്ത് വരും? വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 മൈനസ് 0 അതായത് 1.5. ഇനി ഹൈറ്റ് എന്ത് വരും? ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു ഏതാണ്? 1/2 ആണെന്ന്. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ എന്താണ്? വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. അതായത് 1.5 ഇൻറ്റു 1/2. അത് എത്രയാണ് വരിക? 1.5 എന്ന് പറഞ്ഞാൽ 3/2 അല്ലേ. 3/2 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ 3/4. 3/4 എത്രയാണ്? 0.75 ആണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ.
അപ്പൊ ഇതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ കൂടുതൽ ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് ആ ഭാഗങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് എന്ന അനിയത ചരത്തിന്റെ റാൻഡം വേരിയബിൾ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ mx ഓഫ് ടി ഈക്വൽ ടു 1/4 പ്ലസ് 3/4 e raised to t ഹോൾ raised to 5 ആണെങ്കിൽ p ഓഫ് എക്സ് ഈക്വൽ ടു 0 എത്ര? അതായത് mx ഓഫ് ടി ആണ് നമുക്ക് തന്നിരിക്കണേ അല്ലെ. mx ഓഫ് ടി എന്ന് പറയുന്നത് 1/4 പ്ലസ് 3/4 e raised to t ഹോൾ raised to 5 ആണ്. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? സിഗ്മ k ഈക്വൽ ടു 0 ടു 5k 1/4 raised to 5 minus k 3/4 e raised to t whole raised to k. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് എഴുതാം? അതായത് ഇതിനെ ഒന്നും കൂടി ഒന്ന് മാറ്റി എഴുതാം. സിഗ്മ k ഈക്വൽ ടു 0 ടു 5k 1/4 raised to 5 minus k 3/4 raised to k into e raised to kt. കോൺസ്റ്റന്റ് ടേം വരുന്നത് എപ്പോഴാണ്? k ഈക്വൽ ടു 0യിലാണ് കോൺസ്റ്റന്റ് ടേം വരുന്നത് അല്ലെ. അപ്പൊ p ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? 50 അല്ലെ 1/4 raised to 5. ഇവിടെയൊക്കെ എന്ത് വരും? k 0 ആവുമ്പോൾ ഇത് 1 ആയി പോയില്ലേ. 3/4 raised to 0യും e raised to kt യും 1 ആയി പോവും. അപ്പൊ ഇൻറ്റു 1 വരും. 50 എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം? 1 ആണെന്ന് അറിയാം അല്ലെ. 1/4 raised to 5 ആണ് വരിക അല്ലെ. 1/4 raised to 5 ഉണ്ട് ഇവിടെ. 1/4 raised to 5 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി നോക്കൂ. എ എന്നുള്ളത് ഓപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം എന്താണ് കോൺസ്റ്റന്റ് ടേം എപ്പോഴാണ്? k ഈക്വൽ ടു 0. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് p ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ p ഓഫ് എക്സ് ഈക്വൽ ടു 0നെ k ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? ഈ ഭാഗം 1 ആയി പോവും. അപ്പൊ ഈ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. 50 1/4. 50 നമുക്കറിയാം 1 ആണെന്ന്. 1/4 എന്ന് പറയുന്നത് 1/4 raised to 5 എന്ന് പറയുന്നത് ആണ് ആൻസർ ആയിട്ട് വരിക. ചില കേസിൽ നമുക്ക് ഈ 1/4 raised to 5 1/1024 എന്നുള്ള ആൻസറും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും 1/4 raised to 5നെ 4 raised to 5 നമ്മൾ കണ്ടാൽ മതി. അപ്പൊ 1024 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x is a normal distribution 10 2 എങ്കിൽ എക്സിന്റെ 51ാമത് കേന്ദ്രീയ മൊമെന്റ് സെൻട്രൽ മൊമെന്റ് എത്ര? ഇതില് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം എന്താണ്? സെൻട്രൽ മൊമെന്റ് 51st സെൻട്രൽ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. എന്തുകൊണ്ടാണ്? അത് ഓഡ് സെൻട്രൽ മൊമെന്റ് ആണ്. അതായത് 51 എന്ന് പറയുന്നത് ഓഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സെൻട്രൽ മൊമെന്റ് എന്ന് പറയുന്നത് ഇവിടെ 0 ആയിട്ട് വരും. അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. XY എന്ന അനിയത ചരങ്ങളുടെ റാൻഡം വേരിയബിൾസ് സംയുക്ത വിതരണം ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ f of xy equal to e raised to minus x minus y x greater than 0 y greater than 0 0 elsewhere ആണെങ്കിൽ xന്റെ പാർശ്വവിതരണം മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ നമുക്ക് കാണാൻ പറ്റുക? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എക്സിന്റെ പാർശ്വവിതരണം അല്ലെ. എക്സിന്റെ വിതരണം എന്ന് പറഞ്ഞാൽ എഫ് എക്സ് വൈ ഡി വൈ ആണ്. അതായത് എഫ് എക്സ് എക്സ് ഈക്വൽ ടു
ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി fxy dy ആണ്. അപ്പൊ നമുക്ക് ഇതില് എങ്ങനെ ചെയ്യാം? fxy എന്ന് പറയുന്നത് e⁻x - എന്ന് തന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e⁻x - y dy വിത്ത് റെസ്പെക്ട് ടു dy ആയതുകൊണ്ട് എക്സ് ടേം നമുക്ക് കോൺസ്റ്റന്റ് ആക്കി എടുക്കാം. e⁻x കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ ഇത് e⁻y നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e⁻y ഡിവൈഡഡ് ബൈ -1. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമ്മൾ എടുക്കുകയാണ് വെച്ചെങ്കിലും നമുക്ക് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? y ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് 0 ടു ഇൻഫിനിറ്റിയെ നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എടുക്കേണ്ട ആവശ്യമില്ല, 0 ടു ഇൻഫിനിറ്റി എടുക്കണം. 0 ടു ഇൻഫിനിറ്റി. കാരണം എന്താണ്? ഇവിടെ y ഗ്രേറ്റർ ദാൻ 0യിലാണ് e⁻x - y. ബാക്കി എല്ലാത്തിലും 0 ആയിട്ട് പോയി. അപ്പൊ അതിന്റെ ഇന്റഗ്രേഷൻ 0 ആയി പോവില്ലേ? അപ്പൊ ഇനി എന്താണ്? e⁻∞ മൈനസ് e⁻0. അപ്പൊ മൈനസ് ഓഫ് ഇവിടെ e⁻x ഇൻറ്റു മൈനസ് ഓഫ് e⁻∞ 0 മൈനസ് e⁻0 1. അപ്പൊ മൈനസ് ഓഫ് -1 പ്ലസ് 1 വരും. അപ്പൊ എന്താണ്? e⁻x എന്ന് വരും. e⁻x x ഗ്രേറ്റർ ദാൻ 0. ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.